എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2 ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഓണം റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും. റേഷൻ കടകളിലേക്ക് മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ ഭക്ഷ്യകിറ്റും നീല വെള്ള റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള 10 കിലോ സ്പെഷ്യൽ അരിയും ഇതുവരെ എത്തിയിട്ടില്ല. ഈ അരിയുടെ പേരിൽ 26 രൂപക്ക് ലഭിക്കുന്ന ഈ അരിയുടെ പേരിൽ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 10 രൂപ 90 പൈസ അരിക്ക് വില കൂട്ടി 26 രൂപ ആക്കിയെന്ന തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. എന്നാൽ ഇതിന്റെ വാസ്തവം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. 26 രൂപ നിരക്കിൽ ലഭിക്കുന്ന അരി സാധാരണ 10 രൂപ 90 പൈസ നിരക്കിലും അല്ലെങ്കിൽ മറ്റ് റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമായിട്ടും ലഭിക്കുന്ന അരിയല്ല. ഇത് OMSS പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന അധിക അരിയാണ് എന്ന് മനസ്സിലാക്കുക. റേഷൻ കാർഡിൽ സാധാരണ ലഭിക്കുന്ന അരി ഇങ്ങനെയാണ്. 30 കിലോ അരിയാണ് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യമായിട്ട് ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും സൗജന്യമായിട്ട് ലഭിക്കും. നീല റേഷൻ കാർഡിന് ഒരാൾക്ക് 2 കിലോ വീതം 4 രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് ശരാശരി 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കാറുണ്ട്. അത് വ്യത്യാസപ്പെട്ടിരിക്കും. ലഭ്യതയ്ക്കനുസരിച്ച് കിലോകളിൽ മാറ്റം ഉണ്ടാകാറുണ്ട്. ഈ മാസം അത് 7 കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത്. ഇതിന് പുറമേയുള്ള അരിയാണ് ഇപ്പോൾ 26 രൂപക്ക് ലഭിക്കുന്നത്. അത് ഈ അരി അതിൽ പെടില്ല. എന്താണ് OMSS എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം എന്നതാണിത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ അധികമായി ഉള്ള അരി സംസ്ഥാനങ്ങൾക്ക് നിശ്ചിത നിരക്കിൽ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അത് റേഷൻ കട വഴി പ്രത്യേകമായി വിതരണം ചെയ്യും. ഈ പദ്ധതിയുടെ ഭാഗമായാണ് 26 രൂപ നിരക്കിൽ അധിക അരി ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ലഭ്യമാക്കുന്നത്. അതായത് സാധാരണ റേഷൻ അരിയുടെ വിലയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സാധാരണ റേഷൻ അരിയുടെ വിലയിൽ ഒരു മാറ്റവും സർക്കാർ വരുത്തിയിട്ടില്ല. വെള്ള കാർഡുള്ളവർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരി വിതരണം തുടരുന്നുണ്ട്. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം 3 കിലോ അധിക അരിയും നീല റേഷൻ കാർഡിനുണ്ട്. മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനും സൗജന്യമായിട്ടാണ് അരി ലഭിക്കുന്നത്. 26 രൂപ നിരക്കിൽ ലഭിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ OMSS അരിയാണ്. റേഷൻ കടകളിലൂടെ ലഭിച്ചിരുന്ന 10 രൂപ 90 പൈസ അരി വില കൂട്ടി 26 രൂപ ആക്കി എന്നുള്ളത് തെറ്റായ വിവരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അരിയും അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യകിറ്റുമാണ് ഇതുവരെ റേഷൻ കടകളിൽ എത്താത്തത്. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതെല്ലാം എത്തിയിട്ടുള്ളത്. ഭക്ഷ്യകിറ്റും ഈ അരിയും നാളെ മുതൽ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കിട്ടിയാൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 4 ക്ഷേമ പദ്ധതികൾക്കുള്ള അപേക്ഷ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ക്ഷണിച്ചിട്ടുണ്ട്. ബാർബർ ഷോപ്പ് നവീകരണത്തിന് 40,000 രൂപയും പരമ്പരാഗത കരകൗശല പണിക്കാർക്ക് ടൂൾ കിറ്റ് വാങ്ങുന്നതിന് 20,000 രൂപയും പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായമായി 50,000 രൂപയും ലഭിക്കും. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് അഡ്വക്കറ്റ് ഗ്രാൻഡായി 36,000 രൂപയും ലഭിക്കുന്നതാണ്. അത് ഓരോ മാസവും 1000 രൂപ വെച്ചാണ്. അതായത് ഒരു വർഷത്തിൽ 12,000 രൂപ. അങ്ങനെ 3 വർഷത്തേക്കാണ് നിയമ വിദ്യാഭ്യാസ കാലയളവിൽ ഈ ഒരു തുക ലഭിക്കുന്നത്. ഓൺലൈൻ പോർട്ടലായ www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 31 വരെ അപേക്ഷകൾ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. പാചകവാതക ഗുണഭോക്താക്കൾക്ക് EKYC ചെയ്യാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് 16 അത് ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ മുതൽ ഗ്യാസ് കണക്ഷൻ റദ്ദാകുമോ എന്നുള്ള ആശങ്ക പല ആളുകൾക്കും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു 2-3 വർഷത്തിനുള്ളിൽ EKYC എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടേത് റദ്ദാകുകയില്ല. അതുപോലെ തന്നെ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് KYC എല്ലാ വർഷവും ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്യുക. അല്ലാത്ത ഗാർഹിക സിലിണ്ടർ ഉള്ള ആളുകൾക്ക് ഈ 3 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ടതില്ല. അല്ലാത്തവർ നിർബന്ധമായിട്ടും ചെയ്യണം. ഇല്ല എങ്കിൽ ഏത് സമയത്തും ഗ്യാസ് കണക്ഷൻ റദ്ദാവാനുള്ള സാധ്യതയുണ്ട്. എണ്ണ കമ്പനികളും ഗ്യാസ് ഏജൻസികളും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് 30% കണക്ഷൻ ഗാർഹിക കണക്ഷനുകൾ വ്യാജമാണ്.
വ്യാജ അഡ്രസ്സിന്റെ പേരിലാണ് അല്ലെങ്കിൽ മരണപ്പെട്ടവരുടേതാണ്. അതുകൊണ്ട് തന്നെ KYC ചെയ്യാത്തവരുടേത് അത്തരത്തിലുള്ള ആളുകളായി കണക്കാക്കി റദ്ദാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KYC ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ചെയ്യണം, ഇല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ കട്ടാകും. ഇന്നാണ് അവസാന തീയതി പറഞ്ഞിരുന്നത്, ചിലപ്പോൾ നീട്ടി നൽകിയേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ പോലും നാളെയും വരും ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. സംസ്ഥാനത്തെ ബാങ്കിംഗ് അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കാണ്. നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്ന 30 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ ബാങ്കിലേക്ക് മാറുകയാണ്. ഇതിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നു. നിത്യജീവിതത്തിലെ തിരക്കിനിടയിൽ പഴയ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകാറുണ്ടോ? ജോലി മാറുമ്പോഴോ പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോഴോ പുതിയ അക്കൗണ്ടുകൾ എടുക്കുമ്പോഴോ അത് സ്വാഭാവികമാണ്. എന്നാൽ വർഷങ്ങളായി യാതൊരുവിധ ഇടപാടുകളും നടക്കാത്ത പഴയ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഉടൻ തന്നെ അതിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം അക്കൗണ്ടുകളെ കുറിച്ച് ഇടപാടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. SMS, ഇമെയിൽ, പത്രക്കുറിപ്പുകൾ എന്നിവയിലൂടെയാണ് RBI ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലേക്ക് ആക്കുമ്പോൾ സേവനയിൽ അക്കൗണ്ട് വിവരങ്ങൾ നൽകേണ്ടി വരും. പല ആളുകളും മുമ്പ് ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് കരുതിയിരിക്കുന്നുണ്ടാകും. എന്നാൽ നിലവിൽ ആ ഒരു അക്കൗണ്ടിന്റെ സ്ഥിതി ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നത് നന്നാവും. 2 വർഷം കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജീവമാക്കാനാണ് ഇപ്പോൾ RBI തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ അക്കൗണ്ട് എടുക്കാതെ പഴയ അക്കൗണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ആ അക്കൗണ്ട് നിലവിലുണ്ടോ അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആക്കാൻ കഴിയുമോ എന്ന് ആ ബാങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതാണ്. തുടർച്ചയായി 2 വർഷത്തിലധികം അക്കൗണ്ട് ഉടമ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തിയില്ല എങ്കിൽ ബാങ്കുകൾ അക്കൗണ്ടിനെ നിർജീവമായി കണക്കാക്കും. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഉറപ്പുവരുത്താനും ഉപഭോക്താക്കളുടെ പണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് RBI ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ട് എങ്കിൽ പോലും അക്കൗണ്ട് നിർജീവമാകും. ഇങ്ങനെ അക്കൗണ്ട് നിർജീവമായാൽ അതിലുള്ള പണം നഷ്ടമാകുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. എന്നാൽ അക്കൗണ്ട് നിർജീവമായി എന്നതുകൊണ്ട് അതിലെ പണം ഒരിക്കലും നഷ്ടമാവുകയോ ബാങ്ക് സ്വന്തമാക്കി മാറ്റുകയോ ചെയ്യില്ല. എന്നാൽ അക്കൗണ്ട് റീആക്റ്റീവ് ചെയ്യാൻ ഈ തുക ഉടമയ്ക്ക് പിൻവലിക്കാനോ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ സാധിക്കില്ല. ബാങ്കിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പിന്നീട് ആ പണത്തിന് ഈ വ്യക്തിക്ക് വീണ്ടും അവകാശം വരൂ. അതായത് അത് ഇടപാട് നടത്താനോ പണം തിരിച്ചെടുക്കാനോ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിർജീവമാണ് എങ്കിൽ ആക്റ്റീവ് ആക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബാങ്കിന്റെ ശാഖയിൽ നേരിട്ടെത്തുക. നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അക്കൗണ്ട് വീണ്ടെടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയുക. പിന്നീട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറി KYC നടപടി പൂർത്തീകരിക്കുക. വീഡിയോ KYC സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. ബാങ്കിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഏത് ശാഖ വഴിയും നേരിട്ടെത്തിയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വീഡിയോ KYC വഴിയോ രേഖകൾ പുതുക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. ബാങ്കിന്റെ പരിശോധന പൂർത്തിയായ ശേഷം നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും പ്രവർത്തനക്ഷമമായി ലഭിക്കും. അതിനാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ ബാങ്കിൽ എത്തുകയും ആവശ്യമായ KYC രേഖകൾ നൽകി അക്കൗണ്ട് വീണ്ടെടുത്ത് സജീവമാക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് അക്കൗണ്ട് കരുതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ പ്രതീക്ഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്യണം. 22 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സേവന പെൻഷൻ വിഭാഗത്തിൽ സമർപ്പിക്കേണ്ടി വരിക. നിലവിൽ ഒരു ബാങ്ക് അക്കൗണ്ടും ഇല്ല എങ്കിൽ ഉടൻ തന്നെ ഏതെങ്കിലും ബാങ്കിൽ പോയി അക്കൗണ്ട് എടുത്തു വെക്കുന്നതും ഉടൻ ചെയ്യേണ്ടതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഓണം കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് സേവനയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.